ഹായ് ബോയ്സ് നീ എങ്ങനെ പടവുകളേറിവ കതിരൊളി ചൂടിവ അടിപതറാതെവ തണലിടമായിവ പടവുകളേറിവ കതിരൊളി ചൂടിവ അടിപതറാതെവ തണലിടമാ. ഗേസ്, ഞാൻ രാവിലെ എണ്ണിറ്റു ഞാൻ അവനെ ഉണർത്താൻ പോവാണ്. ഞങ്ങൾക്ക് രാവിലെ പള്ളിയിൽ പോകണം. സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. എന്താ ചെയ്യാനാ, ഞാൻ അവനെ വിളിക്കാൻ പോവാണേ. രാവിലെ അങ്ങനെ എഴുന്നേറ്റു. ഇനിയിപ്പോൾ പല്ലൊക്കെ തേക്കാൻ പോകുവാണ്. ഞാൻ ദാണ്ട പല്ല് തേക്കാൻ പുറത്തോട്ട് ഇറങ്ങി. ദാണ്ടപ്പോൾ അവൾ അവിടെ നിന്ന് പല്ല് തേച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ ടൂത്ത് പേസ്റ്റ് ഞാൻ തേക്കുന്നത് കോൾഗേറ്റാണ്, അവൾ തേക്കുന്നത് ക്ലോസപ്പം. അങ്ങനെ പല്ലൊക്കെ തേച്ചു. ഇനി ഞങ്ങളുടെ ഇവിടെ പുറത്ത് കുറച്ച് തെങ്ങൊക്കെ നിൽപ്പുണ്ട്. അതൊക്കെ പോയി ചുമ്മാ ഒന്ന് നോക്കി. ഈ നെറ്റിൻ്റെ മണ്ടയ്ക്ക് മൊത്തം ഫാഷൻ ഫ്രൂട്ടാണ്. ഞാനിതിനെയൊക്കെ ഇങ്ങനെ വളർത്തിയതാണ്. കണ്ട് നിങ്ങളിത് കണ്ടോ? ദാണ്ട് ഒരെണ്ണം വിളഞ്ഞത് നിൽപ്പുണ്ട്. വിളഞ്ഞതിനെയൊക്കെ പോയി ജസ്റ്റ് ഞാനൊന്ന് നോക്കി. ദാണ്ടിതാ നന്നായിട്ട് വിളഞ്ഞതാണ്. എന്നിട്ട് അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് അവൾ സൺഡേ സ്കൂളിൽ പോകാൻ ദാണ്ട് ഒരുങ്ങി റെഡിയായി നിൽക്കുവാണ്. അതാണ്ട് കേസ്, എന്നെ ഞാനിപ്പോൾ പള്ളിയിൽ പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. ഇനി മുടിയും കൂടെ കെട്ടിക്കാൻ എല്ലാം സെറ്റായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്കൂട്ടർ എടുത്തിട്ട് പോവാം. ഞങ്ങൾ എവിടെ പോയാലും പോകുന്നതിന് മുന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും. അങ്ങനെ അവർ സൺഡേ സ്കൂളിൽ പോകുന്നതിന് മുന്നിട്ട് പ്രാർത്ഥിച്ചു. അമ്മ സൺഡേ സ്കൂളിലെ ടീച്ചറാണ്. അവളാണെങ്കിൽ സൺഡേ സ്കൂളുണ്ട്. എനിക്കിപ്പോൾ സൺഡേ സ്കൂളില്ല, ഞാൻ പ്രൗഡ് ഓപ്പ് കഴിഞ്ഞു. അങ്ങനെ അവൾ സൺഡേ സ്കൂളിൽ പോകാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങുവാണ്. അമ്മ കേസ്, ഞങ്ങളാണെങ്കിൽ ഇനി സൺഡേ സ്കൂളിൽ പോയിട്ട് വരാം. ഏശയുടെ സ്കൂട്ടറൊക്കെ എടുത്ത് പുറത്തോട്ട് ഇറക്കി അമ്മ ഗേറ്റൊക്കെ പൂട്ടുവാണ്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. അവളെ അങ്ങനെ സൺഡേ സ്കൂളിൽ കൊണ്ടുവിട്ടു. അവളും അമ്മയും കൂടെ പതിയെ അങ്ങോട്ട് പോയി. അവർ പള്ളിക്കകത്തോട്ട് കയറുകയാണ്. അങ്ങനെ അവരെ പള്ളി വിട്ടിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ സ്കൂട്ടറൊക്കെ ഒതുക്കി വെച്ച് ഗേറ്റൊക്കെ തുറന്ന് ഞാൻ വീടിൻ്റെ അകത്തോട്ട് കയറി. നമുക്കിവിടെ 8:40 ആകുമ്പോൾ പള്ളി തുടങ്ങും. എൻ്റെ റൂമൊക്കെ കണ്ടോ. അതുകൊണ്ട് ഞാനും മണ്ടയ്ക്കോട്ട് ഒരുങ്ങാൻ വേണ്ടി വന്നു. എൻ്റെ ഷർട്ടും പാൻറ്റും ഇതാണ് ഞാൻ ഇന്നിടുന്നത്. അപ്പോൾ എന്നാൽ ഞാൻ പോയിട്ട് ഒരുങ്ങിയിട്ട് വരാം. അങ്ങനെ ഒരുങ്ങിയിട്ട് മുടിയൊക്കെ ചീപ്പുവാണ്. മുടിയൊക്കെ ചീപ്പി നല്ല വൃത്തിയാക്കി ഞാൻ പുറത്തോട്ട് ഇറങ്ങി. ഇനി ഞാൻ കാറിലാണ് പോകുന്നത്. കാറൊക്കെ എടുത്ത് ഞാൻ അതുകൊണ്ട് പുറത്തോട്ട് ഇറക്കുവാണ്. ഇപ്പം സമയം 8:15 അങ്ങനെ കാറൊക്കെ എടുത്താണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങി. ഞാൻ പിന്നെ കാർ ഹാൻഡ് ബ്രേക്കൊക്കെ ഇട്ട് ഞാൻ അകത്തോട്ട് വരുവാണ് ഗേറ്റൊക്കെ അടയ്ക്കാൻ. അങ്ങനെ ഗേറ്റൊക്കെ അടച്ചു. അങ്ങനെ പള്ളി എത്താറായി. ഞങ്ങളങ്ങനെ അങ്ങോട്ട് പോയി. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി ഇൻഡിക്കേറ്റർ ഇട്ട് പള്ളിയിലോട്ട് തിരിയും. അത് കാറൊക്കെ പാർക്ക് ചെയ്ത് പള്ളിക്കകത്തോട്ട് വന്നു. ഞാൻ കൊയറിലുണ്ട്. ഞാനും അമ്മയും ഞാൻ കൊയറിൽ വന്നിരുന്നപ്പോൾ എൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്ന ബെഞ്ചമിൻ ചായനാണ്. എൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരാളുണ്ട്, അലക്സ ചായൻ. അച്ഛൻ്റെ ക്യാമറയിലോട്ടൊക്കെ നോക്കുമായിരുന്നു. ഇപ്പോൾ സമയം 8:35. അച്ഛൻ പ്രാർത്ഥിക്കാൻ വിളിച്ചു. ഞങ്ങൾ അങ്ങോട്ട് പോയി. പള്ളിയിൽ LED സ്ക്രീൻ വർക്കാക്കുന്ന ഞാനാണ്. അപ്പോൾ LED സ്ക്രീനിലെല്ലാം ടൈപ്പ് ചെയ്ത് വെച്ചു. അപ്പോൾ പള്ളി മദ്ബഹ തുറക്കാൻ വേണ്ടിയിട്ട് ബെല്ലടിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ വന്നു. ഇനിയും പള്ളിയിലെ കുറച്ച് വിഷ്വൽസ് നമുക്ക് കാണാം. ഇപ്പോൾ 9:49 ആയിട്ടുണ്ട്. ശുശ്രൂഷയുടെ മധ്യത്തിലുള്ള അച്ഛൻ്റെ പ്രസംഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പള്ളിയിൽ അങ്ങനെ ആരാധനയൊക്കെ കഴിഞ്ഞ് മദ്ബഹ അടച്ചപ്പോഴേ സമയം 11 മണിയായി. അമ്മയ്ക്ക് ഇന്ന് ടീച്ചേഴ്സ് മീറ്റിംഗ് ഉണ്ട്. ഞങ്ങളപ്പം ഇങ്ങനെ വണ്ടിയെ വന്നിരുന്നു. ഞങ്ങൾ അമ്മയെ നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇരുന്ന് കാത്തിരിക്കുമായിരുന്നു. അങ്ങനെ അമ്മ എത്തി. വീട്ടിൽ വന്ന് വീട്ടിൽ കാറൊക്കെ ഒതുക്കിയിട്ടു. വണ്ടിയിൽ നിന്നൊക്കെ പുറത്തിറങ്ങി. സോറി, ഞങ്ങളാണെങ്കിൽ കടയിൽ പോയി കുറച്ച് പലഹാരം വാങ്ങിച്ചായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അവൾ അതും കൊണ്ട് അകത്തോട്ട് കയറി. ഇപ്പോൾ സമയം ഏകദേശം 12 മണിയാവുന്നു. അമ്മയുടെ ടീച്ചേഴ്സ് മീറ്റിങ്ങുകളുണ്ട്. ലേറ്റായി. ഞങ്ങളിങ്ങനെ എല്ലാ ദിവസവും പലഹാരം വാങ്ങിച്ചുകൊണ്ടുവന്ന് പള്ളി കഴിയുമ്പോൾ അമ്മ അവൾക്ക് വാരി കൊടുക്കുവാണ്. ഏത്തയ്ക്കാപ്പൂ, ഉഴുന്നോടെയും പപ്സും എല്ലാം ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞാൻ കഴിച്ചു ഗൈസ്. അമ്മ അവൾക്ക് ഓരോന്ന് മുളകൊക്കെ മാറ്റി പിച്ചി വീതം കൊടുത്തു. ഞാൻ കഴിച്ചിട്ട് പതിയെ ഞാൻ അങ്ങോട്ട് കയറി.
കട്ടിലേലോട്ടൊന്ന് കിടന്നു. നിങ്ങൾ മിണ്ടല്ലേ, ഞാനിപ്പം ഈ പപ്സിനകത്ത് ചേർത്തിട്ട് അവന് മുളക് കൊടുക്കാൻ പോവാണ്. അവൻ അറിഞ്ഞിട്ടില്ല, മിണ്ടല്ലേ, അവനോട് പറയല്ലേ. ഞാൻ മുളക് കൊടുക്കാൻ പോവാണേ. അവനാണ്ട് കേസ് അവനത് കഴിച്ച് ഇപ്പം ഒരു 5 മിനിറ്റ് അല്ല ഒറ്റ മിനിറ്റ് കഴിഞ്ഞാൽ അവനിപ്പം തീ പോലെ കത്തുന്ന അവനിപ്പം ഓടിപ്പോകും. അങ്ങനെ എനിക്ക് കുറച്ച് മാങ്ങയൊക്കെ ചെത്തി തന്നു ഗൈസ്. അങ്ങനെ ഞാൻ ആ മാങ്ങയൊക്കെ കഴിച്ചിട്ട് ഞാൻ ഉടുപ്പ് മാറാൻ പോയി. ഉടുപ്പ് മാറിയിട്ട് വന്നു. എന്നിട്ട് ഞാൻ പുറത്തൊക്കെ നിന്നപ്പോഴത്തേക്ക് പപ്പ വിളിച്ചു. കുറച്ച് നേരം പപ്പയോട് സംസാരിച്ചു. അങ്ങനെ പപ്പയോട് സംസാരിച്ചുകൊണ്ട് കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്ക് അവൾ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിച്ചു. പപ്പ കട്ട് ചെയ്തപ്പോഴത്തേക്ക് അവൾ ചെയ്യുന്ന വേല കണ്ടോ ഗൈസ്. അവൾ അകത്ത് കയറാൻ വേണ്ടി ഞാൻ അകത്ത് കയറി. ഏറ്റവും ലാസ്റ്റിൽ അങ്ങനെ അവളും അകത്ത് കയറി. അങ്ങനെ ഞങ്ങൾ റൂമിലോട്ട് ചെന്നപ്പോൾ ഞങ്ങളുടെ പാറുക്കുട്ടി വിളിച്ചു. ഞങ്ങളങ്ങനെ കുറേ നേരം പാറുക്കുട്ടിയോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ പിന്നെ കുറേ നേരം ഫോണിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാനൊന്ന് കിടന്നുറങ്ങി. ഇപ്പോൾ സമയം 3:45 കഴിഞ്ഞു. 5 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എൻ്റെ പ്രാക്ടീസ് ഉണ്ട്. അതുകൊണ്ട് കുഞ്ഞിനെ ഞാൻ വിളിച്ചുണർത്തി. പക്ഷെ കുഞ്ഞ് നല്ല ഉറക്കമായിരുന്നു. പിന്നെ ലാസ്റ്റ് കുറേ പരിശ്രമത്തിന് ശേഷം ഞാൻ അവളെ വിളിച്ചുണർത്തി. അങ്ങനെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ആള് തൂക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. ഞങ്ങളുടെ ഷോക്കേസിലെ ട്രോഫി ഉണ്ടോ, ഞങ്ങൾക്ക് ഇത്രയും ട്രോഫി ഉണ്ട്. ഷോക്കേസ് മൊത്തം നിറഞ്ഞിരിക്കും. അമ്മയുടെയും പപ്പയുടെയും എൻ്റെയും കുഞ്ഞിൻ്റെയും എല്ലാവരുടെയും കൂടെ ട്രോഫികളൊക്കെ വന്നപ്പോഴത്തേക്ക് ഷോക്കേസ് ഏകദേശം നിറയാറായി. അങ്ങനെ ഷോക്കേസ് നിറച്ച് ഞങ്ങൾക്ക് ട്രോഫിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഹാളൊക്കെ അങ്ങനെ ഞാൻ തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ പുറത്തോട്ടിറങ്ങി. ഈ ചെടികൾ ഫുൾ എൻ്റെയാണ്. ഞാൻ ഓരോ ചെടികൾ വീതം വളർത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇനി ചെടികളുടെ അവിടെയൊക്കെ തൂത്ത് എല്ലാത്തിനും വെള്ളമൊക്കെ ഒഴിക്കണം. ഇനി അതാണ് എൻ്റെ അടുത്ത പരിപാടി. അങ്ങനെ അതിലോട്ട് ഞാൻ കടന്നു. ഞാനങ്ങനെ പുറത്തൊക്കെ തൂത്തിട്ട് വന്നപ്പോൾ ഏതാണ്ട് എൻ്റെ അനിയത്തിക്കുട്ടി ഷീറ്റൊക്കെ വിരിക്കുകയാണ്. അങ്ങനെ അവൾ ഷീറ്റൊക്കെ വിരിച്ച് കഴിഞ്ഞു. ഏതാണ്ട് ഈ ലവിൻ്റെ പില്ലോ ഉണ്ടോ, ഞാനത് അവൾക്ക് ഊട്ടി പോയിട്ട് വന്നപ്പോൾ വാങ്ങിച്ചു കൊടുത്തതാണ്. അവൾക്കത് ഭയങ്കര ഇഷ്ടം. അവളതൊക്കെ എടുത്ത് അടുക്കി വെച്ചു. ഇപ്പം സമയം കണ്ടോ, ഇനി ഞങ്ങൾ പള്ളിയിലോട്ട്. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ വന്ന് കാറൊക്കെ ഒതുക്കിയിട്ടിട്ട് അകത്തോട്ട് നോക്കിയപ്പോഴത്തേക്ക് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ഉള്ളൂ. അങ്ങനെ പതിയെ ഞാൻ അകത്തോട്ട് കയറി. ഏതാണ്ട് കുറച്ച് പേരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ പതിയെ അകത്തോട്ട് കയറി അവിടെ പോയിരുന്നു. അവളും അവിടെ സൈഡിൽ മാറിയിരുന്ന ഫോണിൽ കളിയും തുടങ്ങി. പിന്നെയും ഹലോ ഗൈസ്, 2K പറ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് പറ. സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ? ഹായ്, സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് സമയം 7:11. എല്ലാ ദിവസവും ഞായറാഴ്ച ഞങ്ങൾ പുറത്തുനിന്നാണ് ഫുഡ് വാങ്ങുന്നത്. ഇന്നപ്പോൾ വിചാരിച്ചു കുറച്ച് ദോശ വാങ്ങാമെന്ന്. അങ്ങനെ നേരെ സ്കൂട്ടർ എടുത്ത് സിദ്ദിഖണ്ണൻ്റെ കടയിലോട്ട് വിട്ടു. സിദ്ദിഖണ്ണൻ്റെ കടയുടെ സൈഡിൽ സ്കൂട്ടർ കൊണ്ടുവച്ച് അങ്ങനെ കടയിലോട്ട് കയറിയപ്പോൾ കടയിൽ അത്യാവശ്യം നല്ല തിരക്കാണ്. സിദ്ദിഖണ്ണൻ്റെ അവിടെ ഓർഡർ കൊടുത്തിട്ട് ഞാൻ അവിടെ കുറേ നേരം നിൽക്കുമായിരുന്നു. അങ്ങനെ നിന്ന് ഏറ്റവും ലാസ്റ്റ് നമുക്ക് നമ്മുടെ ഫുഡ് കിട്ടി. ഫുഡ് അങ്ങനെ സ്കൂട്ടറിൽ വെച്ചു. ഈ ഹോട്ടലിൻ്റെ പേര് ന്യൂ സ്റ്റാർ ഹോട്ടലാണ്. ഇതിനെപ്പറ്റി വിശദമായിട്ട് സിദ്ദിഖണ്ണൻ തന്നെ പറയും. ഇത് ന്യൂ സ്റ്റാർ റെസ്റ്റോറൻ്റാണ്. ചുനക്കര ജംഗ്ഷൻ ലൊക്കേഷൻ കിടങ്ങൽ മുക്കിലാണ് ലൊക്കേഷൻ. ഞങ്ങളുടെ വിഭവങ്ങൾ രുചികരമായ നാടൻ വിഭവങ്ങൾക്ക് എല്ലാവിധ കാണും. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു. എല്ലാവിധ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഷിജിപ്പാപ്പ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഒരു ഹായ് പറഞ്ഞേക്ക്. യൂട്യൂബിൽ വീഡിയോ പോവുക. കേസ് അവൻ അങ്ങനെ ദോഷയുമായി വീട്ടിലെത്തി. ഇനി അവൻ ഡ്രസ്സ് മാറാനായിട്ട് മണ്ടയ്ക്കോട്ട് പോവുക, അതൊക്കെ കെട്ടി വെച്ചിട്ട്. അമ്മമ്മ ഇപ്പോൾ സമയം 8:10. അവൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് സുന്ദരക്കുട്ടനായിട്ട് മുടിയൊക്കെ വന്ന് ചീപ്പന്ന് ക്രീമൊക്കെ തേച്ച് മുടിയൊക്കെ ചീപ്പിക്കൊണ്ടിരിക്കും. അങ്ങനെ മുടിയൊക്കെ ചീപ്പി കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം കുറേ അങ്ങ് പോയി. 9 മണിയോളം അങ്ങ് ആയി. അങ്ങനെ അവിടെ ഇരുന്നു. ഏറ്റവും ലാസ്റ്റ് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ഉണ്ടല്ലോ ദിവസമായിട്ട്. അവളെ വിളിച്ചപ്പോൾ അവൾ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുക. അവളെ കുറേ വിളിച്ചപ്പോഴും അവൾ ഫോണിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു. നല്ല അടാറ് ഫുഡായിരുന്നു.
അപ്പം ഞാനിപ്പം നെയ്ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നെയ്ദോശ ഞാൻ തൊട്ട് സാമ്പാറിൽ തൊട്ട് അങ്ങോട്ട് വാങ്ങിച്ച് എൻ്റെ പൊന്നെണ്ണോ അടാണ് അടാറ്. അതിനുശേഷം ഞാൻ ആ ദോശ അങ്ങോട്ടൊന്ന് എടുത്തു. പിന്നെ ചമ്മന്തി തൊട്ട് തിന്നു. എൻ്റെ പൊന്നാ എന്താ ടേസ്റ്റ്. അപ്പം ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പുറത്ത് നല്ല മഴ. എൻ്റെ പൊന്നോ എന്തുവാ ഇടി വെട്ടിയെന്നറിയോ. അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടക്കാൻ പോകുന്നതിന് വേണ്ടിയിട്ട് കഥമൊക്കെ അടച്ച് ലോക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ പുറകിലെ കഥമൊക്കെ അടച്ച് ഫ്രണ്ടിലോട്ട് വന്നു. ഫ്രണ്ടിലെ ഗ്രില്ലും കാര്യങ്ങളും എല്ലാം പൂട്ടി അകത്ത് കയറി അവിടുത്തെയും കഥവും കാര്യങ്ങളും എല്ലാം അടച്ചു. അപ്പോൾ അവൾ പോയി കിടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ എല്ലാം പൂട്ടിയിട്ട് ഞാൻ അവളെ കിടത്താൻ വേണ്ടിയിട്ട് ഞാൻ റൂമിലോട്ട് പോയി. അപ്പം ഞാൻ കിടക്കാൻ പോവാണ്. ബൈ ബൈ ചെയ്യും. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. പിന്നെ നിങ്ങളൊരു കാര്യം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കണ്ണീരിൽ മുങ്ങിടല്ലേ നീ, നൊന്തു നീറിടല്ലേ നീ, എന്നിലൂറി വന്നൊരൻ ജന്മപുണ്യമേ, എന്തെന്തു നൽകുമിന്നു ഞാൻ. ഇപ്പം സമയം 10:25 അപ്പം ഞാനും പതിയെ കിടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി എനിക്ക് സജസ്റ്റ് ചെയ്തെന്ന ആദർശിനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയി കാണും വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.